പ്രിയപ്പെട്ട കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് ഞാനിപ്പോൾ ഷെയർ ചെയ്തേക്കുന്നത് ടീച്ചേഴ്സ് ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജാണ്. ഇതിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സ്കൂൾ മിക്സഡ് ആക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായി തന്നെ നമ്മുടെ സ്കൂളിൽ ആദ്യമായി ഒരു പെൺകുട്ടി ജോയിൻ ചെയ്യുന്നതായിരിക്കും. എടാ, നിങ്ങൾ അറിഞ്ഞ രാധിക ടീച്ചർ ഇന്നലെ പറഞ്ഞ കുട്ടിയെ ഒരു സുന്ദരി കുട്ടിയാടാ. സ്റ്റാഫ് റൂമിൽ ടീച്ചേഴ്സ് പറയണ ഞാൻ കേട്ട്. നീ കണ്ടില്ലല്ലോ, പിന്നെ അതിനിപ്പോ തുടങ്ങിയ ഈ എറണാകുളം പിത്തവാദം പിടിച്ചോളാണെങ്കിലാ. എടാ, അങ്ങനെയൊന്നുമില്ല. രാധിക ടീച്ചർ പറഞ്ഞല്ല നല്ലൊരു സുന്ദരി കുട്ടിയാണെന്ന്. ഇപ്പൊ കൊള്ളായി. സുന്ദരി കുട്ടിയല്ല, അവള് ക്രിസ്ത്യനുള്ളതല്ല. ആ ബാബു വെറുതെ ആലോചിച്ചോണ്ട് നടക്കണം അവനുള്ളതെന്ന്. നീ പറഞ്ഞ ബാബു അവനെ പേടിക്കണം. എന്തായാലും അവനെ ഞാൻ കണ്ടിട്ട് വരാം. അപ്പൊ ശരിടാ, ബൈ. രാധിക ടീച്ചർ വെച്ച് എങ്ങനെയായിരിക്കും അവന്മാർ പിന്നെ എനിക്ക് വായിക്കണം. ബാബു, നീ അവിടെ നിൽക്കുകയാണല്ലേ? അമ്മ പറഞ്ഞപ്പോ ഞാൻ വിശ്വസിച്ചില്ല. നീ എത്ര തവണ ആലോചിച്ചു. അവളെന്തായാലും ഈ കൃഷ്ണന്റെ പെണ്ണാണ്. എന്തായാലും വാ, എന്നെ കണ്ട് കണ്ട് പറയാനുണ്ട്. എന്താ എവിടെ പോകണ്ട ബാബു? ഞാനാ ക്ലാസ്സില്ല. നീ അവിടെ നിന്ന് എന്തൊക്കെ കാണിക്കണുണ്ട്? വെറുതെ അല്ല, രാധിക ടീച്ചർ പറഞ്ഞതിന് ശേഷം ഓരോ ആൾക്കാരെ മാറ്റി. പെണ്ണും ഞാനും തമ്മിലൊരു ബന്ധമില്ല. നീ പെണ്ണിനെ പറ്റി പറഞ്ഞില്ലല്ലോ. ബാബു നിന്റെ ചിറ്റികള് മനസ്സിലായി. ഇല്ല ഇല്ല, എടാ ഞാൻ ക്ലാസ്സിൽ പോകണില്ല. ബാബു, ഒരു കാര്യം, ഈ കൃഷി ഇവിടെ ഉള്ളപ്പം ഒരുത്തനും ഒരു പെണ്ണിനെ നോക്കാന്ന് വിചാരിക്കണ്ട. രാധിക ടീച്ചർ പറഞ്ഞ പോലെ ആ ഒരു സുന്ദരി കുട്ടി ആർക്കൊന്നും അറിയാമല്ലോ. അറിയാൻ ആർക്ക്? എനിക്ക്. നിനക്ക്? നിനക്ക് എനിക്ക്. ആ പെണ്ണ് നിനക്ക് തന്നെ. അപ്പം അത് മറക്കല്ലേ, മനസ്സിലെപ്പോഴും വേണം. നമ്മളുടെ കോഴി നീ തന്നെ. അതെപ്പോഴും മനസ്സിലിരുന്നാ മതി. കോഴിയാ അടേ? ചുമ്മാ ശരി ശരി. ഞാൻ ക്ലാസ്സിൽ പോണേ. നിന്റെ കയ്യിലെന്തോന്നു? അത് ഒന്നുമില്ല. കയ്യിലെന്തോന്നാ? മനസ്സിലായി. ക്ലാസ് അങ്ങോട്ടല്ല ബാബു, ഇങ്ങോട്ട്. ഞാൻ ഇതുവഴി കയറി പോകാം, എനിക്കിതാ ഇഷ്ടം. അല്ലെങ്കിൽ നീ ഇവിടെ ഉണ്ടോ?
ബാബു ഇല്ല മറക്കല്ലേ? ഇല്ല ഇല്ല മറക്കില്ല. ആ വായരി അത് മനസ്സിലുണ്ടായിരുന്നാ മതി. മറ്റോമാരെന്തെങ്കിലും പറഞ്ഞാണ് എൻ്റെ അടുത്ത്. നമുക്ക് ക്ലാസ്സിലോട്ട് പോകും. ഒരു കാര്യം പറയാം, ഇതൊന്നും നടക്കാൻ പോകില്ല. എന്തായാലും ബാബുവിനും കിട്ടാൻ പോകില്ല, കൃഷ്ണനും കിട്ടാൻ പോകില്ല. പിന്നെ എനിക്കുള്ള ഉണ്ട്. അത് ശരിയാണ് കണ്ട. പിന്നെ പോലത്തെ ഒരു ഇന്നസെന്റ് പയ്യനെ കിട്ടാൻ വേറെ വഴിയൊന്നുമില്ല. ഈ സ്കൂളിൽ നിന്നേ കിട്ടാവുള്ളൂ. പിന്നെ പുണ്യം ചെയ്യാം, തപസ്സിരുന്നാലും കിട്ടൂല. ആ കൃഷി വെറുതെ മോഹിച്ച് നടക്കുകയാണ്. കൃഷിയും ബാബു രണ്ടെണ്ണത്തെ ആയി നിനക്കൊള്ളാല്ലോ. ഞാനൊരു പ്രിപ്പറേഷൻ ചെയ്യട്ടെ. ഞാൻ പോട്ടെ. സംഭവം അവന്മാര് പെണ്ണിനെ വളയ്ക്കാനുള്ള പ്ലാനിലാണ് എല്ലാവരും. അപ്പം നമ്മളിതിലൊന്നും വിഴല്. നാളെ പെണ്ണ് വരും, മറ്റന്നാൾ പോകും. നമ്മളായത് അതൊന്നും മൈൻഡ് ആക്കല്. നമ്മളെ നിലവിലെ നിനക്ക് അറിയാലോ, ഈ സ്കൂളില നമ്മളൊരു ട്രാക്കിലായിരിക്കണം. നമ്മളെ സിഗ്മ മൈൻഡാണ്. അത്രേ ഉള്ളൂ അളിയാ. നമ്മൾ വേറൊരു പെണ്ണിന്റെ പിറകെ പോകേണ്ട ആവശ്യമില്ല. അത് ശരിയാണ്. നമ്മളൊരിക്കലും പെണ്ണിന്റെ വഴി സഞ്ചരിക്കും. നമ്മളെപ്പോഴും ഇതേപോലെ വഴിയുള്ള സ്വീകരിക്കും. ശരി തന്നെയല്ലേ, നമ്മള് സിഗ്മയാണ്. സാധാരണ പെണ്ണിനെ മൈൻഡേ ചെയ്യാൻ പാടില്ല. ഓക്കെ, നമ്മൾ നാളെ വരുന്ന ക്ലാസ്സിൽ കയറി കാണിച്ചോട്ട്. നമ്മളെപ്പോഴും ഒരു ചിന്ത വേണം. നമ്മൾ പഠിക്കാൻ വരണം, അതേപോലെ അങ്ങ് തിരിച്ച് വീട്ടിൽ പോകണം. വെറുതെ പെണ്ണും തേങ്ങയെന്ന് പറഞ്ഞാൽ നമ്മൾ നടക്കില്ല ഒരിക്കലും. അത് തന്നെയാണ്, നമുക്ക് പെണ്ണിന്റെ പുറകെ പോകേണ്ട ആവശ്യമൊന്നുമില്ല. അതത്രേ ഉള്ളൂ. നമ്മളൊരിക്കലും ആ വഴിയൊന്നും ചിന്തിക്കില്ല. നമ്മൾ സിഗ്മയാണ്. വരിക, പഠിക്കുക, പോകുക, ഇതാണ് നമ്മളെ ജോലി. ഇവിടെ നമ്മളൊരിക്കലും ഇങ്ങനെയും ചെയ്യില്ല. അപ്പൊ നാളെ കാണാൻ അളിയാ. ശരിയല്ലേ, നമുക്ക് നാളെ കാണാം. ശരിയല്ലേ, നാളെ. പ്രിയപ്പെട്ട കുട്ടികളെ, ഇന്നൊരു പ്രത്യേക സാഹചര്യം കൊണ്ട് എനിക്ക് സ്കൂളിൽ വരാൻ കഴിഞ്ഞില്ല. ഇതറിയാലോ, സ്കൂൾ മിക്സഡ് ആക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പല മീറ്റിംഗ്സും ഉണ്ടായിരുന്നു. ഇന്ന് നടത്താൻ വെച്ചിരുന്ന ടെസ്റ്റ് പേപ്പർ നാളെ നടത്തുന്നതായിരിക്കും. ക്ലാസ്സിൽ വെച്ച് തന്നെ ആയിരിക്കും കറക്റ്റ് ചെയ്ത് അപ്പം തന്നെ മാർക്ക് തരും. മാർക്ക് കുറയുന്നവർക്ക് അപ്പം തന്നെ നല്ല അടിയും കിട്ടും. അപ്പം എല്ലാവരും പഠിച്ചിട്ട് വരാം. എല്ലാവരും നാളെ ക്ലാസ്സിൽ വന്നിരിക്കും. എന്താ അറിയാ, അവന്മാരാണ് എന്റെ പെണ്ണിനെ നോക്കിയത്. ഇവിടെ വന്നിരിക്കാൻ എന്ത് സുഖമല്ലേ? നല്ല സുഖം. ഡേയ് നീ തന്നെ ഇങ്ങ് വാ. എന്താ ഡേയ് നിന്നെ തന്നെ വാ. എന്ത് ബ്രോ? എന്താ നിനക്ക് പറഞ്ഞത് മനസ്സിലാവൂലേ? ഡേയ് നീ മറ്റേ കോഴിയുടെ കൂട്ടുകാരല്ലേ, ഇങ്ങോട്ട് വാ. കോഴിയാ? ഏത് കോഴി? എന്ത് എന്ത്? ഡേയ് നീ ആ കൃഷിന്റെ കൂട്ടുകാരല്ലേ? അതിന് ഞാൻ ഇപ്പൊ എന്ത് വേണം? അവ ഒരു പെണ്ണിനെ നോക്കുന്നുണ്ട്, അതിന് വേണ്ടെന്ന് പറ. അവന്റെ കാര്യം അവന്റെ അടുത്ത് പോയി പറയണം, എന്റെ അടുത്തല്ല പറയണ്ട. അതെന്റെ ചെറുക്കന്റെ പെണ്ണ, ഇനി നോക്കിയാ അവൻ ഇടി പൊട്ടും. അവൻ നോക്കുകയും ചെയ്യും വളക്കുകയും ചെയ്യും. നിനക്കെന്താ? എന്താ ഉറക്കാൻ പറഞ്ഞ? ഓ വല്ലതും ചെയ്യണ്ട നിനക്ക്? ചെയ്യണ്ട. എന്താ എന്താ നിനക്കെന്താ പ്രശ്നം? എന്തെങ്കിലും ഉണ്ടോ? കാര്യത്തിന് ഞാൻ എന്ത് ചെയ്തു? ഞാൻ ഇതിലൊന്നും നിനക്കെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ പറ കേട്ടാ. ഞാൻ തോന്നിയ എന്നെ പിടിച്ച് തള്ളിയിട്ട് എന്ത് കാര്യം? അത് അവന്മാരെ പ്രശ്നം. എന്നെ പിടിച്ച് തള്ളിയിട്ട് എന്ത് കാര്യം? അവളെ